മാസപ്പടി കേസിൽ നിർണായക നീക്കവുമായി ഇ.ഡി. എസ്.എഫ്.ഐ.ഒ കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ട് ഇ.ഡി. കോടതിയിൽ അപേക്ഷ നൽകി. ടി വീണയടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ മുന്നോടിയായാണ് നടപടി. കമ്പനികാര്യ കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് രേഖകൾക്കായി ഇ.ഡി. അപേക്ഷ നൽകിയത്. 54 വാല്യങ്ങളിലായുള്ള 134 രേഖകൾ ടി വീണയും CMRL തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRL 2017 ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ എന്നിവയടക്കമാണ് തേടിയത്. കമ്പനികാര്യ കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് രേഖകൾക്കായി ഇ.ഡി. അപേക്ഷ നൽകിയത്. 54 വാല്യങ്ങളിലായുള്ള 134 രേഖകൾ ടി വീണയും CMRL തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRL 2017 ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ അടക്കമാണ് തേടിയത്. വീണ ടി അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് നീക്കം. ഈ രേഖകൾ മുൻനിർത്തി കൂടിയാകും ചോദ്യം ചെയ്യലുകൾ. IT സേവനങ്ങൾ ലഭ്യമാക്കാനെന്ന പേരിലാണ് യാതൊരു സേവനങ്ങളും നൽകാതെ വീണയുടെ IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക്കും വിവാദ കരിമണൽ കമ്പനി CMRL കരാറുണ്ടാക്കിയത്. ഈ കരാറിലൂടെയാണ് വീണയ്ക്കും കമ്പനിക്കുമായി 2,72 ലക്ഷം രൂപ പല തവണകളായി കൈമാറിയത്. കേസിൽ പഴുതടച്ച അന്വേഷണം ആരംഭിച്ച ഇ.ഡി. അടുത്തയാഴ്ച വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസുകൾ നൽകും. ജനം, കൊച്ചി.